ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ തരൂരിനെ പോലെ ഒരാൾ ഒരു പാർട്ടിയിൽ നിൽക്കുക, ആ പാർട്ടിയുടെ സുപ്രധാന പദവിയിൽ നിൽക്കുക, ആ പാർട്ടിയിൽ വിമർശനങ്ങളുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് വിമർശിക്കേണ്ട ഒരാൾ നിരന്തരം അവരുടെ എതിരാളികൾക്ക് വടികൊണ്ട് കൊടുക്കുന്ന ശീലം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും കോൺഗ്രസ് ഒരു കടുത്ത നടപടിക്കൊന്നും തയ്യാറാവുന്നില്ല. എന്താവും കാരണം? ശ്രീമൻ കിരൺ, ഈ മനുവിനെ കാണാനില്ലല്ലോ. മനു ഒരാഴ്ച ലീവാണ്, അദ്ദേഹം. ഓക്കെ. അല്ല, ഈ കിരണിന്റെ തുടക്കത്തിലെ ചോദ്യം ശശി തരൂർ കോൺഗ്രസിനൊരു ബാധ്യതയായിരുന്നു എന്നാണ്, അല്ലേ? അല്ല, നമ്മുടെ പ്രധാന ചോദ്യം ഇപ്പോഴല്ല, ആദ്യം എവിടെയോ പറഞ്ഞ ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെ കോൺഗ്രസിന് ബാധ്യതയാണോ എന്നുള്ള ചോദ്യം. അല്ലല്ല, ഞാൻ ആ ഒരു വാക്കെടുക്കാൻ വേണ്ടി, ആക്ച്വലി കോൺഗ്രസിന് ബാധ്യത ശശി തരൂരല്ല, രാഹുൽ ഗാന്ധിയാണ്. മനസ്സിലായില്ല? അത് കോൺഗ്രസുകാർക്ക് എന്തെങ്കിലും ബോധം വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കാരണങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകാതിരിക്കും. ഇനി ശശി തരൂരിലേക്ക് വരാം. അദ്ദേഹം, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഒരു വേദിയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായിട്ട് പങ്കിടുന്ന ഒരു വേദിയിൽ അദ്ദേഹം മോദിയെ പറ്റി മോശം വിളിച്ചു പറയണം. ഇവിടെ നമ്മുടെ നിയമസഭയിൽ വി ഡി സതീശനും നമ്മുടെ പിണറായി വിജയൻ സഖാവും തമ്മിൽ, മുഖ്യമന്ത്രി തമ്മിൽ കൊമ്പുകോർക്കും. അവർ വെളിയിൽ ഒരു പൊതുവേദിയിൽ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ചിരിച്ചാണ് സംസാരിക്കുകയും. അല്ല, ഞാൻ പറയുന്നത് ഞാൻ വായിച്ച വിഷയത്തിലേക്ക് വരാം. ഇതേ ശശി തരൂർ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 5-8 വർഷത്തിന് മുമ്പ് UK-യിലെ അവിടുത്തെ ഒരു വലിയ ഡിഗ്നിറ്ററീസിന്റെ ഒക്കെ മുമ്പിൽ അദ്ദേഹം പ്രസംഗിച്ചത് നിങ്ങൾ കേൾക്കണം. നിങ്ങളൊക്കെ കണ്ടു കാണും, കേട്ട് കാണും. നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് എഴുതുകയും വായിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ രാജ്യം ലൂട്ട് ചെയ്ത് കൊണ്ടുപോയതാണ്. അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയൊക്കെ ആയിരുന്നു തരൂരിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അടുത്ത കാലത്തായി തരൂരിന്റെ വാർത്തകളൊക്കെയും വരുന്നത്, പ്രത്യേകിച്ച് ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ദയനീയമായി തോറ്റ ശേഷം അദ്ദേഹത്തിന്റെ വാർത്തകളൊക്കെയും വരുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ മോദിയെ സ്തുതിച്ചുകൊണ്ടോ ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയെ പറ്റി പറഞ്ഞു. അരിയാഹാരം കഴിക്കുന്നവരല്ലേ ഇതൊക്കെ വായിക്കുന്നത്. എല്ലാവരും കറക്റ്റാണത്. അതിനകത്തുള്ള ഒരു ഇന്റൻഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നത്. ഇന്റൻഷൻ ഉണ്ട്, പക്ഷേ അത് ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ വേണ്ടുന്നതാണ്. അല്ലാതെ പരസ്പരം മാറി നിന്ന് അടിപിടിയിട്ട് ഇപ്പൊ എത്രയോ പേര്, ഇപ്പൊ ബീഹാർ ഇലക്ഷന് ശേഷം കോൺഗ്രസിന്റെ നിലപാടുകളെ പറ്റി, കോൺഗ്രസ് മുൻപോട്ട് വെക്കേണ്ടത് എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി കോൺഗ്രസ് സഹയാത്രികരായിട്ടുള്ള വലിയ ജേർണലിസ്റ്റുകളും വലിയ കോൺഗ്രസിനെ അഡ്വൈസ് ചെയ്യുന്നു. ഈ കോൺഗ്രസിനെ ബീഹാറിൽ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയുന്നതിന് പകരം ബീഹാറിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണല്ലോ ശശി തരൂർ. തരൂരിനെ എന്നെ ആരും വിളിച്ചില്ല എന്ന് പറയാൻ, സ്വന്തം വീട്ടിലെ കല്യാണത്തിന് ആരെയും വിളിച്ചിട്ടല്ല ആരും പോകേണ്ടത്. തരൂരിന് അവിടെ പോകേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ്. പ്രവർത്തക സമിതി അംഗമാണ്, അല്ല സാധാരണ നേതാവല്ല. ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വിദേശ രാഷ്ട്രങ്ങളിൽ പല പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ നേതാക്കൾ പോയതിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു വലിയ ഉത്തരവാദിത്വം കൊടുത്തു. അതിനുശേഷമാണ് കോൺഗ്രസുമായിട്ട് ഇദ്ദേഹം മാനസികമായിട്ട് ശക്തമായിട്ട് തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ സംഭവമാണ് ഏറ്റവും ഒടുവിലെ സംഭവം. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ പോലെ ഉള്ള ഒരു വിഷണറിയെ ഉൾക്കൊണ്ടു പോകാൻ അവർക്ക് പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ നേതാക്കന്മാര്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അത് പലരുടെയും ഇതിലൊക്കെ താങ്കൾ അങ്ങനെയൊക്കെ വിലയിരുത്തുന്ന ഒരാളെന്ന നിലയ്ക്കാണ്. നമ്മൾ വിഷണറി എന്നൊക്കെ പറയുന്നു ശശി തരൂരിനെ കുറിച്ച്. ശശി തരൂർ തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്നു കഴിഞ്ഞ 16 വർഷമായിട്ട്. ഇപ്പോൾ ആ MP ആയിട്ടിരിക്കുമ്പോൾ ശശി തരൂരിനെ പോലെ ഒരാൾ ലോക പരിചയമുള്ള അല്ലെങ്കിൽ ലോകത്തെ വികസനമൊക്കെ പരിചയമുള്ള തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്നിട്ട് അതിൽ കുറേയേറെ സമയം, കഴിഞ്ഞ ഒരു 11 വർഷം ഒഴിച്ചാൽ അദ്ദേഹം അധികാരത്തിന്റെ ഭാഗമായിരുന്നു. എന്നിട്ട് തിരുവനന്തപുരത്തിന് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു മാറ്റം ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എടുത്തു പറയാൻ വന്നിട്ടുണ്ടോ? അദ്ദേഹം 10 വർഷം UPA-യുടെ അന്ന് അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നു, മന്ത്രിയായിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് തിരുവനന്തപുരത്തിന് തരൂർ MP ആയതുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം ഇന്ന രംഗത്തുണ്ടായി എന്ന് പറയാൻ ഏതെങ്കിലും കാര്യമുണ്ടോ? തരൂർ MP ഈ 10 വർഷം 2004 2003 തറക്കല്ലിട്ട ആലപ്പുഴ ബൈപ്പാസ് ബ്രിഡ്ജ് 2018 BJP 14 വന്നതിന് ശേഷം 15 16 തീരുന്നത്. ഈ 10 വർഷം UPA ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തോ എന്ന് എന്തെങ്കിലും ഒരു പ്രയോജനം തിരുവനന്തപുരത്തിനോ കേരളത്തിനോ ഉണ്ടായതായി ഞാൻ ചോദിച്ചാണ്, ഒരു അക്കാഡമിക് സംശയത്തിന് ചോദിച്ചാണ്. അങ്ങനെ ഏതെങ്കിലും താങ്കൾ ചൂണ്ടിക്കാണിക്കാനുണ്ടോ?
എന്റെ മുമ്പിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ വിഷണറി എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം നന്നായി സംസാരിക്കുന്ന ആളാണ്, നന്നായി ലേഖനങ്ങൾ എഴുതുന്ന ആളാണ്, പുസ്തകം എഴുതുന്ന ആളാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. ഏതെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹം IPL ഈ ലേലത്തിൽപ്പെട്ട് അദ്ദേഹം ആ സർക്കാരോട് നാണക്കേട് ഉണ്ടാക്കിയതിനപ്പുറത്തേക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വലിയ സംഭാവന എടുത്തു പറയാൻ എന്തെങ്കിലും ഉണ്ടോ? സംഭാവന അവർ ഉപയോഗിക്കപ്പെടേണ്ടി നമ്മൾ എന്തിനാണ് ഈ സെലിബ്രിറ്റികളെയൊക്കെ കൊണ്ടുവന്നവരെന്നൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത്? കാരണം ഒരു വലിയ ഓഡിയൻസിലേക്ക് കാര്യങ്ങൾ എത്താനാണ്. ഇപ്പൊ അദ്ദേഹം നാളെ ഒരു പത്രസമ്മേളനം നടത്തുകയും ഒരു എന്താ പറയുന്നത്, ഭരിക്കുന്ന പാർട്ടിക്കെതിരെ എന്തെങ്കിലും ഒരു അലിഗേഷനോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ള മാധ്യമങ്ങളോട് സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് ശശി തരൂരിന് വാല്യുണ്ട്, സെലിബ്രിറ്റി വാല്യൂ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വിഷണറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു വിഷണറി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പിണറായി വിജയൻ വിഷണറി ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയാനുണ്ട്, ഉമ്മൻചാണ്ടി വിഷണറി ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ കാര്യങ്ങളുണ്ട്, കെ കരുണാകരനെ കുറിച്ച് പറഞ്ഞാൽ, EMS നെ കുറിച്ച് പറഞ്ഞാൽ, കേരളത്തിലെ ഒട്ടുമിക്ക മുഖ്യമന്ത്രിമാരെ കുറിച്ചും VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞാലൊക്കെ അവർക്ക് വിഷണറി എന്ന് പറയാൻ നമുക്ക് എടുത്തു കാണിക്കാൻ നിരവധി മാതൃകകളുണ്ട്. ഇത് ശശി തരൂരിനെ സംബന്ധിച്ച് അങ്ങനെ എന്ത് സംഭാവനയാണ് ഉള്ളത് എന്നൊരു സംശയത്തിൽ ചോദിച്ചതാണ്. അല്ല, സംശയം ശരി തന്നെയാണ്. പക്ഷെ അദ്ദേഹം കോൺഗ്രസ് UPA ഭരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തെ ബാർസലോണയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ ചില പ്രൊജക്റ്റുമായിട്ടൊക്കെ അദ്ദേഹം ബന്ധപ്പെടുകയും അത് കേന്ദ്രത്തിൽ നിന്നൊന്നും അതിന്റെ ഒന്നും അപ്രൂവലും അല്ലെങ്കിൽ അതിന്റെ ഒന്നും സഹകരണമൊന്നും കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് ചില പിന്നാമ്പുറ സംസ്ഥാനങ്ങളും ചില റൈറ്റപ്പുകളും ഒക്കെ വായിച്ചിട്ടുള്ളത്. എത്ര കണ്ട് ശരിയാണെന്ന് നമുക്കറിയത്തില്ല, അദ്ദേഹം പറയേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവുകളെ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമ്മളെല്ലാം കാണുന്നതല്ലേ. ഉപയോഗിക്കുക മാത്രമല്ലല്ലോ, നിങ്ങളൊരു പദവി തന്ന് നിങ്ങൾക്ക് ഇരുത്തിയാൽ നിങ്ങൾ ആ പദവി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കഴിവ് തെളിയിക്കല്ലേ വേണ്ടത്. അല്ലാതെ അവിടെ പിന്നെ ആരും ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരാ ഉപയോഗിക്കേണ്ടത്? അദ്ദേഹത്തിന് ഒരു സുപ്രധാനമായ റോൾ ഉണ്ടായിരുന്നു. ഒന്നാം UPA സോണിയാഗാന്ധിയുമായിട്ടൊക്കെ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു ശശി തരൂർ. അപ്പോൾ അദ്ദേഹത്തിന് അധികാരത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളും, അധിക സൗകര്യങ്ങൾ, കേരളത്തിലൊരു നേതാവിന് സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകുമ്പോൾ അതൊന്നും വേണ്ടാതെ കാണാനും സംസാരിക്കാനും അവതരിപ്പിക്കാനും നടപ്പാക്കാനും ഒക്കെ ശേഷിയുണ്ടായിരുന്നു. അന്ന് എന്തു ചെയ്തു എന്നൊരു ചോദ്യമില്ലേ? അന്ന് എന്ത് ചെയ്തു എന്നുള്ളത് ചോദ്യത്തോടു കൂടി തന്നെ അന്ന് എന്ത് ചെയ്യാൻ പറ്റാതെ പോയി എന്നുള്ളത് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ശശി തരൂരിനെ മാത്രം കുഴപ്പമാണ്, മറ്റാരുടെയും കുഴപ്പമല്ല. നിങ്ങൾക്ക് അധികാരം കിട്ടിയിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അങ്ങനെ വിലപിച്ചുകൊണ്ട് കാര്യമില്ല. ശ്രീമതി മിനിയാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീമതി മിനി, താങ്കൾ എങ്ങനെയാണ് ഈ തരൂരിനോടുള്ള കോൺഗ്രസിന്റെ നിലപാടിനെയും കോൺഗ്രസിനോടുള്ള തരൂരിന്റെ നിലപാടിനെയും കാണുന്നത്? സാറേ, തരൂരെന്ന് പറയുന്നത് ഒരു പോപ്പുലർ ഫേസ് ആണല്ലോ കോൺഗ്രസിന്റെ. അപ്പം ഈ കോൺഗ്രസിലുള്ള നേതാക്കന്മാരെ നിലനിർത്തുക എന്നുള്ളത് അവര് പ്രത്യേകിച്ച് അവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നേതാക്കന്മാരെ എല്ലായിടവും പൊരുത്തക്കേടും എല്ലാം ഉണ്ടാവുമല്ലോ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു ഉത്തരവാദിത്വമാണല്ലേ. ഇപ്പം അദ്ദേഹം ഈ കോൺഗ്രസിൽ നിന്ന് പോയാൽ നമ്മുടെ കേരളത്തിൽ മാറ്റം ഉണ്ടാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് എഫക്ട് ചെയ്യുന്ന BJP ക്യാമ്പയിൻസ് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അതിന് എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ ആസാം CM, അതുപോലെ ജ്യോതിരാജ് സിന്ധ്യ, ഇതൊക്കെ എടുത്തു പറയേണ്ട കോൺഗ്രസ് നേതാക്കളാണ്. കോൺഗ്രസിന്റെ ഒരു കാലത്ത് വലിയ നേതാക്കളായിരുന്നു. നേതാക്കൾ. അതെ. അപ്പം ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി നേതൃസ്ഥാനം ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുന്നതിൽ അർത്ഥമുണ്ടോ സാറേ? ഒരു കാര്യങ്ങളും ഇല്ല. ശരി, കഴിവുള്ള ഒരു നേതാവാണ് വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്നാണ്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇതിൽ കോൺഗ്രസും തരൂരും തമ്മിൽ ഈ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ടോം ആൻഡ് ജെറി കളിയാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ശരിക്കും വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പോ ഇതായിട്ട് ബന്ധപ്പെട്ടതാണ് പറയാം, അതായിട്ടും നല്ലത്. എന്താ വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിൽ LDF ഇല്ല, ഇന്ത്യയിലില്ല. അപ്പൊ ഈ ശശി തരൂർ, അതുപോലെ MA ബേബി, ഇങ്ങനെ ഗുലാം നബി ആസാദ്, ഇതുപോലെയാണ് MK സ്റ്റാലിൻ, ചന്ദ്രശേഖർ റാവു തെലങ്കാന, ഇങ്ങനെ എല്ലാവരും കൂടി കോൺഗ്രസിനും BJPക്കും എതിരായിട്ട്